welcome back to Orange Candy. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മാംഗോ പുഡിങ്ങിൻ്റെ പോസ്റ്റ് ഇട്ടായിരുന്നു. ടെസ്റ്റിംഗ് വൈറൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാർട്ടായിട്ടായിരുന്നു ഇട്ടിരുന്നത്. അത് നമ്മുടെ കുക്കിംഗ് ഫോർ പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളിക്കാരിയുടെ റെസിപ്പിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ പുള്ളിക്കാരിയുടെ പെർമിഷനോടുകൂടി നമ്മൾ ഇന്ന് ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോ ഭയങ്കര സൂപ്പർ ഈസിയാണ്, നല്ല രസമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഡ്യൂ ടു സം റീസൺസ്. നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ഐ ഡി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി ഫോളോ ചെയ്തോളൂ. അവിടെ ഒരുപാട് നല്ല രസമുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളെന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. മാംഗോ, ഷുഗർ, മിൽക്ക്, അതേപോലെ കോൺഫ്ലവർ ആവശ്യമുണ്ട്. നമ്മളിവിടെ ജലറ്റിന് പകരം നമ്മൾ പുഡിംഗ് സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാംഗോ പൾപ്പാക്കണം. മാംഗോ പൾപ്പാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കരുത്. ഞാൻ ജസ്റ്റ് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. എന്തായാലും നമ്മൾ വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിന്നെ എന്തായാലും സ്മാഷ് ചെയ്താൽ മതി. അത് നല്ല റൈപ്പനായിരുന്നു, അത് കാരണം ഞാനതങ്ങ് സ്മാഷ് ചെയ്തെടുത്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാംഗോ ലെയർ ഉണ്ടാക്കാം. ഇതിന് 2 ലെയറാണുള്ളത്. മാംഗോ ലെയർ ഉണ്ട്, അതുപോലെ മിൽക്ക് ലെയർ ഉണ്ട്. മാംഗോ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1 കപ്പ് വാട്ടർ ഒഴിക്കുക നമ്മുടെ ചൂടായ പാനിലേക്ക്. അതിനുശേഷം നമ്മൾ നമ്മുടെ മാംഗോ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ നല്ല പേസ്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ വെള്ളത്തിലേക്ക്. എന്തായാലും അത് വെന്തിട്ട് നല്ല ഉടഞ്ഞു വരും. സോ ഡസൻറ്റ് മാറ്റർ. ഇനി നമുക്കിതിനകത്തേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ പൾപ്പിന് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൺസിസ്റ്റൻസി റെഡി ആവുന്നവരെ നമുക്ക് ആഡ് ചെയ്യാം, വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മാംഗോ കൂടുതൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ചുള്ള കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇത് സെറ്റായി വരാൻ കുറച്ച് സമയം നമ്മൾ എടുക്കും. ഒരു 5 മിനിറ്റ്സ് ഒക്കെ നമ്മൾ തിളപ്പിക്കേണ്ടി വരും കേട്ടോ. ആൻഡ് ഇനീഷ്യലി കോൺഫ്ലവറിൻ്റെ ഒരു ചെറിയ സ്മെല്ലും ആ ഒരു ചെറിയ ടേസ്റ്റും വരുന്നുണ്ടായിരുന്നു. ബട്ട് ഇവഞ്ച്വലി സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സംഭവമേ ഇല്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ മാംഗോ ലെയർ. മാംഗോയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ലംസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം, കുറച്ച് സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് കുറച്ചൊരു ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് കോൺഫ്ലവർ ആഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലംസ് വരാതെ നോക്കാം. അല്ല നമുക്ക് മടിയാണെങ്കിൽ ഇതുപോലെ ചുമ്മാ ആഡ് ചെയ്തിട്ട് ഉടച്ചുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത മിൽക്ക് ലെയർ ചെയ്യാം കേട്ടോ. മിൽക്ക് ലെയറിന് വേണ്ടിയിട്ട് മിൽക്ക് ഒഴിക്കുക. നിങ്ങൾ ഈ പാത്രം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഈ പാത്രം എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തോ ഒരു ഇതിലെടുത്തതാണ്. ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, ഇതൊക്കെ ഹാർംഫുള്ളാണ്. അപ്പോൾ അതിൽ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുക. കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ ആട്ടോ മിൽക്ക് ലെയറിന് പറഞ്ഞിരിക്കുന്നത്. മിൽക്ക് ലെയറിന് കുറച്ച് മതിയാവും കോൺഫ്ലവർ. നിങ്ങളുടെ മിൽക്കിൻ്റെ ഇതനുസരിച്ച് ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിനകത്തും ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് നന്നായിട്ട് ഇടയ്ക്ക് സ്റ്റിർ ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ആ കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ ഒന്ന് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മളൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ 2 ലെയർ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ആക്ച്വലി ഉണ്ടാക്കേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി ഒരു സൈഡിൽ വെച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് പുഡിംഗ് ആയിട്ട് സെറ്റായി പോകും. അപ്പോൾ നമുക്ക് ലെയർ ചെയ്യാൻ പാടായിരിക്കും. അത് കാരണം ഇത് 2 സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 പാത്രം എടുക്കേണ്ടി വന്നത്. അന്നേരത്തെ എന്തോ ഒരു ഇതിന് ഞാൻ ആലോചിച്ചുകൊണ്ട് ഈ പാത്രം എടുത്ത്. ഈ ടെഫ്ലോൺ കോട്ടിങ് പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. മാക്സിമം നമ്മൾ തടിയായിട്ടുള്ള തവി ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്.
ചിലർക്ക് നോൺ സ്റ്റിക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല ഈ അടി പിടിക്കുന്ന സംഭവങ്ങൾ. പിന്നെ അതുപോലെ എണ്ണ ഒരുപാട് ചിലവാവില്ലേ, അപ്പോൾ എനിക്ക് ഒട്ടും അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മാക്സിമം തടിത്തവി ഉപയോഗിക്കും. ഇപ്പോൾ ഞാനൊരു ബൾക്കിന് പേടിഎമ്മിൽ നിന്ന് തടിത്തവി മാത്രമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് റിവ്യൂ നോക്കിയിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ 2 ലെയറും സൈമൾട്ടേനിയസ്ലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ കോൺഫ്ലവർ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ഒരു കോൺഫ്ലവറിൻ്റെ പേസ്റ്റ് മാതിരി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഒരു പൾപ്പ് കൺസിസ്റ്റൻസി വന്നിട്ടില്ല. ഒന്നിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുക, കുറച്ചൊന്ന് അത് ശരിയാവുന്നവരെ. ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് റെഡി ആവാനായിട്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മിൽക്ക് ലെയറിൻ്റെ ഏതാണ്ട് ഈ അവസ്ഥയായിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കണപ്പായി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറയാം. നമ്മുടെ കോൺഫ്ലവർ കാരണമാണ് കേട്ടോ, അത് തിക്കണപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് ലെയർ പുഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ മാംഗോയുടെ ലെയർ കുറച്ച് നല്ലതാണ് പൾപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ മാറി, ആ കോൺഫ്ലവറിൻ്റെ ഒരു വൈറ്റിഷ് കളർ, ആ ടേസ്റ്റും മണം അതൊക്കെ മാറിയിട്ട് ശരിക്കും മാംഗോയുടെ ഒരു ടേസ്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് മാംഗോ ലെയർ. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് കൂൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മളിന്ന് 3 രീതിയിലാണ് കേട്ടോ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഗ്ലാസ്സിൽ ടംബ്ലറിൽ ചെയ്യാം, ഒന്ന് നമ്മുടെ സിലിക്കൺ ഹോൾഡറിലും, ഒന്ന് നമ്മുടെ സാധാരണ കപ്പിൻ്റെ ആ ഒരു കപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മാംഗോ ലെയർ ഇടുക, അത് കഴിഞ്ഞിട്ട് മിൽക്ക് ലെയർ ഇടുക, പിന്നെ മാംഗോ ലെയർ ഇടുക. നമുക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യാം, നല്ല രസമാണ്. നമ്മുടെ ഡിസൈൻ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ടംബ്ലർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യണം. നമ്മുടെ സിലിക്കോൺ മോൾഡിലെ സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങാനും മറ്റ് സംഭവങ്ങൾ കുളമായിപ്പോയാലും ഇത് നമുക്ക് കുറച്ച് കറക്റ്റായിട്ട് കിട്ടും. സിലിക്കൺ മോൾഡ് എളുപ്പമാണ് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ 6 hours കഴിഞ്ഞല്ല, ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കപ്പിലുള്ള സംഭവം ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കുറച്ച് എളുപ്പമായിട്ട് എടുക്കാം. അങ്ങനെ ഫൈനലി വന്ന ഷേപ്പ് ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ. നല്ല രസമാണ് ഈ പുഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ തട്ടുമ്പോൾ നമ്മളിങ്ങനെ ആടില്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് ഗ്രേപ്സ് കൂടി ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഗ്രേപ്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിക്കാം. ഈ ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുഡിങ്ങിൻ്റെ. എനിക്കിഷ്ടമാണ് കേട്ടോ, നമ്മുടെ ഫുഡ് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ടുള്ള സ്നാപ്ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. നല്ല കളർഫുള്ളാണ്, അതേപോലെ നല്ല സ്ട്രക്ചർ ഉണ്ട്, കാണാനും അതുപോലെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഇതിനകത്ത് ഇതേപോലെ തന്നെ പല പല ലെയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഫോം ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ഒരു പുഡിങ് ഫീൽ ഉണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.